ഹായ്, വെൽക്കം ബാക്ക് ടു മലബാർ ഫുഡ് ബുക്ക്. അപ്പോൾ നമുക്കിന്ന് എങ്ങനെ തേങ്ങ ചിരവാൻ മിക്സി ഉപയോഗിച്ചിട്ട് ചിരവി എടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ തേങ്ങ ചിരവാൻ അറിയാത്ത ആളുകൾക്കൊക്കെ വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഞാൻ ആദ്യം തന്നെ ഒരു തേങ്ങ എടുത്ത് നന്നായിട്ട് പുറമൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ തേങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തേങ്ങ കട്ട് ചെയ്യുന്ന കൊടുവാൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ഹാമർ വെച്ചിട്ടാണ് തേങ്ങ പൊതുവെ കട്ട് ചെയ്യാറ്. ഇത് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ വെള്ളം ഞാനൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കാറുണ്ട്. കാരണം തേങ്ങ വെള്ളം ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും തേങ്ങ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക, ഒരിക്കലും കളയരുത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ തേങ്ങ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ ഫ്രീസറിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. അല്ല, ഫ്രിഡ്ജിൻ്റെ താഴെയാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എത്ര സമയം വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. എപ്പോഴും തേങ്ങ പൊളിച്ചെടുക്കുന്നതിന് മുന്നേ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കാൻ ശ്രമിക്കുക. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ശേഷം തേങ്ങ പൊളിച്ചെടുക്കാൻ വളരെയധികം എളുപ്പമാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ പൊട്ടിച്ച ഉടനെ തേങ്ങ പൂളെടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ പറ്റില്ല, വളരെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കട്ടെ. ഞാൻ ഫ്രീസറിലായിരുന്നു വെച്ചത്. ഇപ്പോൾ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെച്ചത്. ഒരു 15 മിനിറ്റിന് ശേഷം ഞാനിതെടുത്ത് പുറത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഈ തേങ്ങാ പൂളുകളായിട്ട് ഇതെടുത്ത് മാറ്റാം. അങ്ങനെ തേങ്ങ പൂണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കത്തിയാണ് നല്ലത്. ചെറിയ കത്തിനേക്കാൾ എപ്പോഴും കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള കത്തിയാണ് നല്ലത്. തേങ്ങാപ്പൂളുകളായിട്ട് ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിതൊക്കെ മിക്സിയിലെ ജാറിലിട്ട് കൊടുത്തിട്ട് 2 ക്രഷ് ഒന്ന് ചെയ്യാം. കൂടുതലായിട്ട് തിരിക്കേണ്ട ആവശ്യമില്ല, 2 ക്രഷ് മതി. അതിനുശേഷം നമുക്കൊന്ന് നോക്കാം തേങ്ങ എങ്ങനെ ചിരവിയിട്ട് റെഡി ആയിട്ടുണ്ടോ എന്നുള്ളത്. കുറച്ചുകൂടെ ചിരവണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്യാം. അപ്പോൾ നമ്മുടെ തേങ്ങ ചിരവിയത് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് ഇട്ടിട്ട്
ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമുക്കിത് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ചാനൽ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.